പ്രവാസികൾക്ക് പെൻഷൻ ലഭ്യമാവുന്ന സ്കീമായ പ്രവാസി വെൽഫെയർ അല്ലെങ്കിൽ പ്രവാസി ക്ഷേമനിധി ഇതിൽ അംഗമാവുന്ന ആളുകൾക്ക് 60 വയസ്സായി കഴിഞ്ഞാൽ പെൻഷൻ ഓട്ടോമാറ്റിക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമോ എന്ന് ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനാണ് നൽകാനുള്ളത്. പ്രവാസി വെൽഫെയറിൽ നമുക്ക് ഓട്ടോമാറ്റിക് പെൻഷൻ 60 വയസ്സായി കഴിഞ്ഞാൽ ലഭ്യമാവുകയില്ല. ഇതിന്റെ പ്രായം 60 വയസ്സ് എന്നത് പറയുന്നത് ക്ലാരിഫൈ ചെയ്യണം. കാരണം ഒരാൾ 59 വയസ്സ് വരെ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 60 വയസ്സിൽ പെൻഷൻ ലഭിക്കുകയില്ല. 5 വർഷം മിനിമം സബ്സ്ക്രിപ്ഷൻ അടക്കണം. അഥവാ 64 വയസ്സിന് ശേഷം മാത്രമാണ് അയാൾക്ക് പെൻഷൻ ലഭിക്കുക. ഒരാൾ 55ലോ 40ലൊക്കെ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ അവർക്ക് 60 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കും. ഈ പെൻഷൻ ലഭിക്കുമ്പോൾ നമുക്കറിയാം, ഇതിന്റെ പ്രവാസി വെൽഫെയറിന്റെ സൈറ്റിൽ പോയി നമ്മൾ അതിന്റെ സ്കീം എന്ന് പറഞ്ഞാൽ അതിൽ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട്. അതിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി കാണിക്കും. നമ്മൾ എലിജിബിൾ ആണോ അല്ലെങ്കിൽ ഏത് മാസം മുതൽ നമുക്ക് പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ആ മാസം മുതൽ പെൻഷൻ അപേക്ഷിക്കാം. ഈ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ വേണമോ എന്ന് അറിയാം. വേണ്ടത് ഫസ്റ്റ് 6 മാസത്തിനടുത്ത് എടുത്ത ഒരു ഫോട്ടോ, ആളുടെ ഫോട്ടോ, പിന്നെ ആളുടെ കയ്യൊപ്പ്, പിന്നെ വേണ്ടത് ആളുടെ ഒരു ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖ. വീണ്ടും നമ്മളിത് കൊടുക്കണം. നമ്മൾ ആദ്യം ഇത് കൊടുത്തതാണ് എങ്കിലും വീണ്ടും കൊടുക്കണം. പിന്നെ അതിന് നമുക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, അത്തരം രേഖകൾ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്. ഏത് ബാങ്കിലേക്കാണോ ഈ പെൻഷൻ ലഭിക്കേണ്ടത് അതിന്റെ പാസ്ബുക്ക്. ഈ ബാങ്ക് പാസ്ബുക്കിലും ആളുടെ പെൻഷൻ രേഖകളിലും, മീൻസ് വെൽഫെയറിന്റെ രജിസ്ട്രേഷൻ രേഖകളിലും പേര് വ്യത്യാസമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇനീഷ്യൽ ഉണ്ട്, ഇനീഷ്യൽ ഇല്ല, അല്ലെങ്കിൽ അത്തരം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1 and same സർട്ടിഫിക്കറ്റും ഇതിന് കൂടെ നൽകണം. പിന്നീട് ആവശ്യമുള്ള നമ്മുടെ ഒരു നോമിനിയുടെ സമ്മതപത്രമാണ്. നോമിനിയുടെ സമ്മതപത്രം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആ ഒരു സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സമ്മതപത്രത്തിൽ പറയുന്നത് ഈ പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിവരം പ്രവാസി വെൽഫെയറിന്റെ ഓഫീസിൽ ഈ നോമിനി ആയിട്ടുള്ള ആൾ അറിയിക്കുമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സമ്മതപത്രമാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ആ ഒരു വെബ് പോർട്ടലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ വീണ്ടും പെൻഷൻ അപേക്ഷിക്കുന്നത്. പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും അവർ പരിശോധിക്കും. അതിനുശേഷം പെൻഷൻ അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും. പിന്നീട് നമ്മൾ ഇയർലി ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആള് ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഓരോ വർഷവും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഇപ്പോഴും ഈ സ്കീമിൽ അംഗത്വം എടുക്കാത്ത പ്രവാസികൾ ഓർക്കുക, നിങ്ങൾക്ക് വളരെ ഏറ്റവും ഈ പ്രായമാകുന്ന സമയത്ത് വളരെ ഉചിതമായ ഒരു സ്കീമാണിത്. ഇതിൽ എല്ലാവരും അംഗത്വം എടുക്കുക. ആ ഒരു കാര്യം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെക്കുക. പ്രവാസി വെൽഫെയറിൽ മെമ്പറുമായിട്ടുള്ള ആളുകളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെക്കുക.